Evolution of Himalayas. ലാസ്റ്റ് ക്ലാസ്സിൽ ജേർണി ത്രൂ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് നിർത്തിയത് ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്തിട്ട് ഹിമാലയാസ് ഫോം ചെയ്തതാണ്. സോ ഹിമാലയ ഫോം ചെയ്തത് എന്താണ്? കോണ്ടിനെൻറ്റ് കൊളീഷൻ തമ്മിലാണ്. അതായത് ഇന്ത്യയും ഏഷ്യയും കൊളൈഡ് ചെയ്തിട്ട് ഉണ്ടായ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയ എന്ന് പറയുന്നത്. ഹിമാലയ എന്ന് പറയുന്ന വേർഡ് മീനിങ്ങിൻ്റെ അർത്ഥം അബോർഡ് ഓഫ് സ്നോ അല്ലെങ്കിൽ ഹോം ഓഫ് സ്നോ എന്നാണ്. ഹിമാലയാസ് ആണ് വേൾഡിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഹിമാലയാസ് 6 കൺട്രീസിൻ്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ ആൻഡ് നേപ്പാൾ, ഇങ്ങനെ 6 കൺട്രീസിൻ്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഏഷ്യൻ്റെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യും. ഈ ഹിമാലയാസിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള പീപ്പിൾസിൻ്റെയൊക്കെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് ഹിമാലയാസ് ആണ്. അതുപോലെ തന്നെ ഹിമാലയാസിൻ്റെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8,848 മീറ്റർ ആൻഡ് ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം സ്പെയിൻ ഇൻ ദ വെസ്റ്റ് ടു ഇന്തോനേഷ്യ ഇൻ ദ സൗത്ത്. അതുപോലെ തന്നെ ഹിമാലയാസിന് 2 മേജറായിട്ടുള്ള സിൻടാക്സിയൽ ബെൻഡ് ഉണ്ട്. അത് ഒന്ന് വെസ്റ്റിലും അതുപോലെ തന്നെ ഈസ്റ്റിലും. നോർത്ത് വെസ്റ്റ് ഉള്ളതിനെയാണ് നാഗ പർവ്വത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേണിലാണ് നാംചെ ബർവ എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിനെ. 2 സിൻടാക്സിയൽ ബെൻഡ്. അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ അത് 2400 കിലോമീറ്റർ ലോങ് ആണ്. അതുപോലെ തന്നെ 300 to 400 കിലോമീറ്റർ വൈഡാണ്. ഇത്രയും ഇതായിട്ടുള്ള ഹിമാലയാസിനെ നമ്മൾ 6 ഫിസിയോഗ്രഫിക് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സിവാലിക്, അല്ലെങ്കിൽ സിവാലിക്കിൻ്റെ വേറെ പേരാണ് സബ് ഹിമാലയ അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ. നെക്സ്റ്റ് വൺ ഈസ് ലെസർ ഹിമാലയാസ്. തേർഡ് വൺ ഈസ് ഹിമാദ്രി ഓർ ഗ്രേറ്റർ ഹിമാലയ ഓർ ഹയർ ഹിമാലയ. ഫോർത്ത് വൺ ഈസ് തെത്തിസ് ഹിമാലയ ഓർ ടിബറ്റിയൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ട്രാൻസ് ഹിമാലയൻ ഇൻഡസ് സാങ്പോ സ്യൂച്ചർ സോൺ. സിക്സ്ത് വൺ ഈസ് ട്രാൻസ് ഹിമാലയൻ ബാത്തോലിത്ത്. ദീസ് ആർ ദ 6 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. ഈ പിക്ചറിൽ നമുക്ക് ഈ 6 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഓരോരോ ഫോൾട്ടായിട്ടാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണാൻ പറ്റും. അതായത് ഈ സൗത്തിലുള്ളതാണ് അല്ലെങ്കിൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നതാണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിനിൽ നിന്ന് സിവാലിക്, ഈ സബ് ഹിമാലയ എന്ന് പറയുന്നത് സിവാലിക്കാണ്. അപ്പോൾ ഈ സബ് ഹിമാലയനെ പ്ലെയിനിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫോൾട്ടാണ് HFT എന്ന് പറയുന്നത്. അതായത് ഹിമാലയൻ ഫ്രോണ്ടൽ ത്രസ്റ്റ് ആണ് ഈ HFT എന്ന് പറയുന്നത്. അപ്പോൾ ഈ HFTൻ്റെയും MBTയും അതായത് മെയിൻ ബൗണ്ടറി ത്രസ്റ്റിൻ്റെയും ഇടയിലാണ് സിവാലിക്സ് ഉള്ളത്. ദെൻ സിവാലിക്സിനെയും അതുപോലെ തന്നെ ലെസർ ഹിമാലയനെയും സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ മെയിൻ ബൗണ്ടറി ത്രസ്റ്റാണ്. ദെൻ MBT ആൻഡ് MCT മീൻസ് മെയിൻ സെൻട്രൽ ത്രസ്റ്റ്. ഇതാണ് ലെസർ ഹിമാലയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഫോൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഹയർ ഹിമാലയ. ആഫ്റ്റർ ലെസർ ഹിമാലയ ഇറ്റ് ഈസ് ഹയർ ഹിമാലയാസ് ആൻഡ് ഇറ്റ് ഈസ് the higher Himalaya is separated from Tethys Himalaya by STD, that means South Tibetan Detachment Fault. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് തെത്തിസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ തെത്തിസ് ഹിമാലയാസിൻ കഴിഞ്ഞിട്ട് ഇൻഡസ് സാങ്പോ സ്യൂച്ചർ. ഈ ഇൻഡസ് സാങ്പോ സ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ഏഷ്യൻ പ്ലേറ്റിൻ്റെയും ജംഗ്ഷനെയാണ് നമ്മൾ ഇൻഡസ് സാങ്പോ സ്യൂച്ചർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്, ട്രാൻസ് ഹിമാലയൻ ബാത്തോലിത്ത് പറയുന്നത്. ഈ ഇത്രയും ഭാഗം നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. അതായത് സിവാലിക് തൊട്ട് തെത്തിസ് ഹിമാലയാസ് വരെ ഇന്ത്യൻ പ്ലേറ്റിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് ഏഷ്യൻ പ്ലേറ്റിലുള്ളതാണ്. ഈ ഇൻഡസ് സാങ്പോ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംഗ്ഷനാണ്. ഈ പിക്ചറിൽ തന്നെ എല്ലാം ക്ലിയർ ആണ്. ഇതാണ് വേറൊരു പിക്ചറാണ്. ഈ ട്രസ്റ്റും ഫോൾട്ട് കാണിക്കുന്ന വേറൊരു പിക്ചറാണ്. ദെൻ നമ്മൾ ഓരോരോ ഡിവിഷനിലേക്ക് കിടക്കാൻ പോവാണ്. ഫസ്റ്റ് വണ്ണാണ് സിവാലിക്. അത് നമ്മൾ കണ്ടു. ഏറ്റവും സദേൺ മോസ്റ്റ് ടെക്ടോണിക് ഡിവിഷൻ ഓഫ് ഹിമാലയ എന്നാണ് സിവാലിക് എന്ന് പറയുന്നത്. അത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഹിമാലയൻ ഫ്രോണ്ടൽ ത്രസ്റ്റ് കൊണ്ടാണ്. ദെൻ ഈ ഫോൾട്ട് എന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്ന പ്ലേസിന്
കൺസീൽ ചെയ്തിട്ടേക്കാണ്. ബാബർ എന്ന് പറഞ്ഞാൽ ഒരു, അതായത് ഈ മൗണ്ടെയിൻ ഹിമാലയാസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിൻ്റെ സെഡിമെൻറ്റുകൾ കൊണ്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്ലെയിൻ പോലത്തെ പ്രദേശത്തെയാണ് നമ്മൾ ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഹിമാലയൻ ഫ്രോണ്ടൽ ഫോൾട്ട് ഇതിൽ കൺസീൽ ചെയ്തേക്കാണ്. ഈ സിവാലിക് റേഞ്ച് 250 മീറ്റർ ടു 800 മീറ്റർ ഹൈ ആണ്. ദേ ആർ വെരി റഗ്ഡ് ടെറൈൻ. അതുപോലെ തന്നെ സിവാലിക് ടെറൈൻ കമ്പോസ് ചെയ്തേക്കുന്നത് സെഡിമെൻ്ററി റോക്ക് ആയിട്ടാണ്. ഈ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ബൈ റിവേഴ്സ് ഇൻ ദ ചാനൽ ആൻഡ് ഫ്ലഡ് പ്ലെയിൻ അബൌട്ട് 80 to 1 million years ago. ദെൻ ദ ഏജ് ഓഫ് സിവാലിക് എന്ന് പറയുന്നത് ഏതാണ്, മിഡിൽ മിയോസിൻ ടു ലോവർ പ്ലീസ്റ്റോസീൻ. മിഡിൽ മിയോസിൻ ടു ലോവർ പ്ലീസ്റ്റോസീൻ ആണ് സിവാലിക്കിൻ്റെ ഏജ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് സിവാലിക്സിനെ പറ്റിയുള്ളത്. അപ്പം അതിൻ്റെ പിക്ചറാണ് സിവാലിക്സ് ഏതെല്ലാം കൺട്രീസിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളൊരു പിക്ചറാണ്. ഇത് ആ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സിവാലിക്സ്. സോ നെക്സ്റ്റ് മൂവിങ് ടു നെക്സ്റ്റ് physiographic division, that is lesser Himalayas. The outer range of lesser Himalaya rise to elevation of 2000 to 2500 meter against Sivalik hill. സോ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു, ഈ ലെസർ ഹിമാലയ സിവാലിക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ ബൗണ്ടറി ത്രസ്റ്റ് വഴിയാണ്. ദെൻ ലെസർ ഹിമാലയാസ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന അൺഡുലേറ്റിംഗ് ലാൻഡ്സ്കേപ്പ്, റൗണ്ടഡ് ഹിൽ ടോപ്പ്, അതുപോലെ തന്നെ ജെൻഡർ സ്ലോപ്സ് ആയിട്ടാണ്. പിന്നെ ഈ റേഞ്ചിന് സ്നോ ലൈൻ ഉണ്ട് 4500 മീറ്റർ ഇൻ ദ ഈസ്റ്റ് ആൻഡ് 5000 മീറ്റർ ഇൻ ദ വെസ്റ്റ്. ദെൻ സ്മോൾ ഗ്ലേഷ്യേഴ്സ് ഈസ് സീൻ ഇൻ ദ പെർപെൻഡുലർ റേഞ്ച്. പിന്നെ ലെസർ ഹിമാലയസിൻ്റെ ഏജ് എന്ന് പറയുന്നത് പ്രീ കാംബ്രിയൻ ടു കാംബ്രിയൻ ആണ്, വിത്ത് 3 ട്രാൻസ്ഗ്രസീവ് ഇവൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് പെർമിയൻ, സെക്കൻഡ് വൺ ഈസ് ക്രെറ്റീഷ്യസ് ആൻഡ് തേർഡ് വൺ ഈസ് ഇയോസീൻ. ലെസർ ഹിമാലയാസിനെ നമ്മൾ 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്തിൽ അതിനെ പറയുന്നത് ഔട്ടർ സെഡിമെൻ്ററി ബെൽറ്റെന്നും അതുപോലെ തന്നെ നോർത്തിൽ അതിനെ പറയുന്നത് ഇന്നർ സെഡിമെൻ്ററി ബെൽറ്റ് എന്നാണ്. അപ്പം ഈ ഔട്ടർ സെഡിമെൻ്ററി ബെൽറ്റാണ് എന്ത്, ഇന്നർ ബെൽറ്റിനേക്കാളും യങ്ങർ എന്ന് പറയുന്നത്. സോ ഈ പിക്ചറിൽ നമുക്ക് കാണാം സിവാലിക് അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയൻ്റെയും ഇടയിലായിട്ടാണ് ലെസർ ഹിമാലയാസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ കൺട്രിയിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നും കാണാൻ പറ്റും. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ലെസർ ഹിമാലയാസ്. ദെൻ നെക്സ്റ്റ് ഡിവിഷൻ ഈസ് ഗ്രേറ്റ് ഹിമാലയാസ്. ഗ്രേറ്റർ ഹയർ ഹിമാലയൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3000 മീറ്റർ ടു 800 മീറ്റർ ആണ്. ദെൻ സൗത്ത് ടിബറ്റൻ ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ STD കൺസ്റ്റിറ്റ്യൂട്ട് നോർത്തേൺ ബൗണ്ടറി. ഹയർ ഹിമാലയൻ്റെ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത് സൗത്ത് ടിബറ്റൻ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹിമാദ്രീനെ ലെസർ ഹിമാലയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്, സൗത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് മെയിൻ സെൻട്രൽ ത്രസ്റ്റ് വഴിയിട്ടാണ്. The higher Himalaya is high rugged ആണ്. Then constitute of central crystalline representing the metamorphic core affected by index ductile deformation and extensive and migmatization. അപ്പോൾ സെൻട്രൽ ക്രിസ്റ്റലൈൻസ് മിഗ്മറ്റൈസേഷനെയും അതുപോലെ തന്നെ ഡക്ടൈൽ ഡിഫോർമേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഗ്രേറ്റർ ഹിമാലയാസ് പാസ് ചെയ്യുന്ന റീജിയൻസ് കാണിക്കുന്ന പിക്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തെത്തിസ് ഹിമാലയ. അപ്പോൾ ഹിമാദ്രീൻ്റെ നോർത്തിലാണ് തെത്തിസ് ഹിമാലയ ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് തെത്തിസ് ഓഷ്യനിൽ നിന്നുള്ള സെഡിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുന്നത് കൂടുതലും ടിബറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടിബറ്റൻ ഹിമാലയാസ് എന്നും വിളിക്കാറുണ്ട്. സംടൈം അതിനെ ടിബറ്റൻ ഹിമാലയാസ് എന്നും വിളിക്കും. ദെൻ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹയർ ഹിമാലയ ബൈ സൗത്ത് ടിബറ്റൻ ഡിറ്റാച്ച്മെൻറ്റ്. ഈ സൗത്ത് ടിബറ്റൻ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ വേറൊരു പേരാണ് ട്രാൻസ് ഹിമാദ്രി ത്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു 10 to 70 meter thick succession of highly fossiliferous marine sediment of Neoproterozoic to Eocene ages are found in these Tethys Himalayas. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു ലെസർ ഹിമാലയൻ, തെത്തിയൻ ഹിമാലയ, ഹയർ ഹിമാലയ ഇതൊക്കെ ഇന്ത്യൻ പ്ലേറ്റിലാണ് ബിലോങ് ചെയ്തേക്കുന്നത്. ട്രാൻസ് ഹിമാലയൻ ബാത്തോലിത്ത് ഏഷ്യൻ പ്ലേറ്റിലും.
ദെൻ ദ ഇൻഡസ് സാങ്പോ ഫ്യൂച്ചർ സോൺ. ഇതെന്ന് പറയുന്നത് ജംഗ്ഷനാണ്, അതായത് ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും ഏഷ്യൻ പ്ലേറ്റിൻ്റെയും കൊളീഷനെ കാണിക്കുന്ന ജംഗ്ഷനെ പറയുന്നതാണ് ഇൻഡസ് സാങ്പോ ഫ്യൂച്ചർ സോൺ എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ സോൺ ഒക്യൂർ ചെയ്തേക്കുന്നത് ഇൻഡസും അതുപോലെ തന്നെ സാങ്പോ എന്ന് പറയുന്ന റിവേഴ്സിൻ്റെ വാലിയിലാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3500 to 5000 മീറ്റർ എബവ് മീൻ സീ ലെവൽ. ദെൻ ഇതിൽ ഓഷൻ ഫ്ലോർ വോൾക്കാനിക് റോക്സ്, സബ്ഡക്ഷൻ റിലേറ്റഡ് ഹൈ പ്രഷർ മെറ്റാമോർഫിക് റോക്സ്, ദെൻ ഡീപ് സീ സെഡിമെൻറ്റ്സ് ഓഫ് 30 oceans ആർ ഫൗണ്ട് ഇൻ ദിസ് സോൺസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഏഷ്യൻ പ്ലേറ്റിൽ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഗ്രാനൈറ്റിക് ആൻഡ് വോൾക്കാനിക് റോക്ക് കാണപ്പെടുന്നു, ഫോംഡ് ഫ്രം 110 to 14 million years ago. And this Trans Himalayas is geographically divided into several areas, that is Kohistan, Ladakh, Kailash, Gangdesh, Lhasa, Mishimi. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഓരോ ഡിവിഷൻസും ഓരോ ഫോൾട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ടെന്ന്. സോ ഹിമാലയൻ ഫ്രോണ്ടൽ ഫോൾട്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഗംഗ പ്ലെയിൻ ആൻഡ് ദ ഔട്ടർ ഹിമാലയ. മെയിൻ ബൗണ്ടറി ഫോൾട്ട് സെപ്പറേറ്റ് ഔട്ടർ ഹിമാലയ ഫ്രം ലെസർ ഹിമാലയ. ദെൻ ബിറ്റ്വീൻ ലെസർ ഹിമാലയ ആൻഡ് സെൻട്രൽ ക്രിസ്റ്റലൈൻ MCT is present. The Martoli fault mark boundary between central crystalline and higher Himalaya. Indus Sangpo future zone is present between higher Himalayas and Tethys Himalayas. This is another picture showing the divisions. This is simplified cross section of Himalayas. Here also we can see the fault separating the divisions. So Himalaya can again broadly divided into 3 geographic divisions from west to east. അതായത് വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയാസ് എന്നും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ ഹിമാലയയിൽ നിന്ന് ഏതൊക്കെ? ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് അഡ്ജോയിനിങ് കാരക്കോറം, കൊഹിസ്താൻ, കൈലാസ്, മനസോവാർ റേഞ്ചസ് വരുന്നത് വെസ്റ്റേൺ ഹിമാലയാസിലാണ്. സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത് എസെൻഷ്യലി ഇറ്റ് കവേഴ്സ് നേപ്പാൾ. ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ ഇറ്റ് ഇൻക്ലൂഡ് ഡാർജിലിംഗ്, സിക്കിം, ഭൂട്ടാൻ ആൻഡ് അരുണാചൽ പ്രദേശ്. Then evolution of Himalayas. Himalayas is the product of 55 million years of tectonic compression and structural deformation. ഈ ഹിമാലയ ഫോം ചെയ്തേക്കുന്ന മേജർ 5 ഫേസസിലൂടെയാണ്. കൺവേർജൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ, ഇത് പോയിൻ്റ് ആയിട്ടായിരുന്നു. ഇത് PowerPoint to WPS ആക്കിയപ്പം കുറേ ഫീച്ചറിൽ ഡിഫറൻസ് വന്നാണ്. അപ്പോൾ ഇത് പോയിൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് കൺവേർജൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ ആണ്. ദെൻ ദ കൊളീഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ്. തേർഡ് വൺ ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡ്രെയിനേജ് ഓഫ് ഹിമാലയ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഫോർമേഷൻ ഓഫ് പാലിയോസീൻ ഫോർലാൻഡ് ബേസിൻ. ഫോർത്ത് വൺ ഈസ് ഇമർജൻസ് ഓഫ് ഹിമാദ്രി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലെസർ ഹിമാലയ ടെറൈൻ, ഇനീസിയേഷൻ ഓഫ് നിയോജീൻ ഫോർലാൻഡ് ബേസിൻ. Then the emergence of Sivalik terrain and formation of Indo-Gangetic depression. So ഓരോ ഇതിലേക്ക് ഓരോ ഫേസസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് കൺവേർജൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ. ഇന്ത്യ ബ്രേക്സ് അവേ ഫ്രം ആഫ്രിക്ക. സോ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തതെന്നൊക്കെ. എന്നാലും നമുക്ക് ഒന്നും കൂടെ പറയാം. അതായത് ഗോണ്ട്വാന എന്ന് പറഞ്ഞൊരു സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു സദേൺ ഹെമിസ്ഫിയറിൽ. ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. മീസോസോയിക് പീരീഡിൽ, അതായത് 205 and 65 years ago ഇത് സ്പ്ലിറ്റായി. അതായത് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, മഡഗാസ്കർ, ഇന്ത്യ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് മീസോസോയിക് പീരീഡിൽ. ഈ ഒരു പിക്ചറിൽ നമുക്ക് ക്ലിയർ ആണ്. ഫസ്റ്റ് ഒരു ഗോണ്ട്വാന എന്ന് പറഞ്ഞൊരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു. ഈ പിക്ചറിൽ കാണാം ഇന്ത്യയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയ എല്ലാം ഒരു കോണ്ടിനെൻ്റ് ആയിരുന്നു. ദെൻ പെർമിയനിലെ ടൈമിൽ ഇത് സെപ്പറേറ്റായി. പിന്നെയും ഓരോരോ സെപ്പറേഷൻസ് ഈ പിക്ചറിൽ ക്ലിയർ ആണ്. ഇന്ത്യ ടുഗദർ വിത്ത് മഡഗാസ്കർ വാസ് ഡ്രിഫ്റ്റഡ് ഫ്രം ആഫ്രിക്ക ഇൻ ദ ലേറ്റ് ജുറാസിക്.
Afterward, India was separated from East Antarctica at about 135 million years and began its northward journey across Neo-Tethys Ocean. Then another picture, 117 million years ago, South America and Africa, India ഒക്കെ ഒരു കോണ്ടിനെൻറ്റിനുള്ളിലായിരുന്നു. ദെൻ 162 million years ago, സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്കയും പിന്നെ ഇന്ത്യയും അന്റാർട്ടിക്ക ആൻഡ് അവർ സെപ്പറേറ്റ് ചെയ്തു. ദെൻ ഇന്ത്യയും മഡഗാസ്കറും ആയിട്ട് നിന്നു. ദെൻ ഇന്ത്യ മഡഗാസ്കറുമായി സെപ്പറേറ്റ് ആയി. ദെൻ ഇന്ത്യ മൂവ് നോർത്ത്വേർഡ് ഇൻ 60 million years ago. So between 87 and 86 million years ago, India broke away from Madagascar എന്നിട്ട് നോർത്തിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങി, അതായത് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഇറ്റ് റോഡ് ആസ് ആൻഡ് പാസീവ് പാസഞ്ചർ ഓൺ ദ ക്രസ്റ്റൽ പ്ലേറ്റ് ദാറ്റ് ഫോം ദ ഫ്ലോർ ഓഫ് വാട്ട് വി നോൺ ആസ് തെത്യസ് ഓഷ്യൻ. The picture showing India moving towards the Asian continent, Asian plate. Then convergence of India and Asia. When India approached the Asia, ഇന്ത്യ ഏഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ സെഡിമെൻ്റ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി ഇത് മെല്ലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് സബ്ഡക്റ്റ് ചെയ്യാൻ തുടങ്ങി, മെല്ലെ സാങ്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ അപ്പോൾ ഒരു ഡീപ്പ് ഡിപ്രഷൻ ഓഷ്യാനിക് ട്രെഞ്ച് ഫോം ചെയ്തു. അപ്പോൾ ഈ സബ്ഡക്റ്റഡ് സ്ലാബ് മെൽറ്റ് ചെയ്ത് ലാർജ് എമൗണ്ട് ഓഫ് ഗ്രാനൈറ്റിക് മാഗ്മയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ മാഗ്മയുടെയൊക്കെ ദിസ് മാഗ്മ ആക്ട് ആസ് എ ഹ്യൂജ് ഡിസ്കോർഡൻറ്റ് ബോഡീസ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ഗ്രാനോഡയറൈറ്റ് അലോങ് ദ മാർജിൻ ഓഫ് കോണ്ടിനെൻറ്റ് ഏഷ്യ. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ കാരണത്താൽ ഉണ്ടായതാണ് കൊഹിസ്ഥാൻ ലഡാക്ക് ഐലൻഡ് ആർക്ക് എന്ന് പറയുന്നത്. ഈ ഐലൻഡ് ആർക്ക് എന്ന് പറയുന്നത് കൊഹിസ്ഥാൻ ഇൻ നോർത്തേൺ പാകിസ്ഥാൻ ത്രൂ ലഡാക്ക് ഇൻ ഗാങ്സ്തേസ് ഇൻ സദേൺ ടിബറ്റ് വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതാണ് പിക്ചർ കാണിക്കുന്നത്, അതായത് ഓഷ്യാനിക് ട്രെഞ്ച് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഐലൻഡ് ആർക്ക് ഫോം ചെയ്യുന്നതും ഇതിൽ പിക്ചറിൽ ക്ലിയർ ആണ്. സോ ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാം ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. ഓഷ്യാനിക് ക്രസ്റ്റ് മെല്ലെ സബ്ഡക്റ്റ് ചെയ്ത് പോയി അവസാനം കോണ്ടിനെൻ്റ് ആയി. കോണ്ടിനെൻ്റ് ആകുമ്പോൾ സബ്ഡക്റ്റ് ആവില്ലല്ലോ. സോ ദെൻ ദ ഹിമാലയാസ് ആർ ഫോംഡ്. The collision of continents. Drifting Indian plate touched and docked with the island arc in the Kohistan-Kargil sector. As the pressure of convergent continent grew, sediment of ocean trench, ocean floor and volcanic rock of island arc were pushed into the continental margin. This happened 65 million years ago. It took nearly 10 million years for the welding and amalgamation of two continents. This zone is known as the Indus Sangpo-Suture zone. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഓഷൻ ഫ്ലോർ ഉണ്ടായിരുന്നു, പിന്നെ ഓഷൻ ഫ്ലോർ എല്ലാം സബ്ഡക്റ്റ് ചെയ്ത് പോയി, രണ്ട് കോണ്ടിനെൻ്റ് കൊളൈഡ് ചെയ്തു. ദെൻ ഹിമാലയാസ് ഉണ്ടായി. ആ രണ്ട് കൊളൈഡ് ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ ഇൻഡസ് സാങ്പോ-സ്യൂച്ചർ സോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻഡസ് സ്യൂച്ചർ. So next one is establishment of water drainage. ഈ ഇന്ത്യൻ ഏഷ്യൻ കൊളീഷന് ശേഷം ഏഷ്യയുടെ സദേൺ എൻഡ് അപ്ലിഫ്റ്റ് ചെയ്തു. റിവേഴ്സൊക്കെ വരുന്ന കൈലാസ് മാനസോവർ ഏരിയയിൽ നിന്ന് ഫ്ലോഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ദ സിന്ധു വെൻറ്റ് നോർത്ത് വെസ്റ്റ്, സത്ലജ് ഫ്ലോഡ് സൗത്ത് വെസ്റ്റ് വാർഡ്, ബ്രഹ്മപുത്ര വെൻറ്റ് ഈസ്റ്റ് വാർഡ്. The belt immediately north of collision zone formed the water divide. The drainage pattern established soon after the amalgamation of the two continents. The rivers originated at the outset continued to flow in the channel they had carved out. Then the emergence of Himadri. The Himalayan province was again overtaken by crustal movements in the early Miocene epoch. The Indian crust ruptured along deep fault which were more than 2,400 km long. Two important faults are main central thrust and trans-Himadric fault. The main central thrust means that the gently inclined main central thrust pushed up a great succession of rock, including the sedimentary rock of the lesser Himalaya. Then the trans-Himadric thrust, the
a series of steep faults which detach the sedimentary rock pile of Tethyan terrain from its hard foundation. ഈ ട്രാൻസ് ഹിമാദ്രി ഫോൾട്ടിൽ സെൻട്രൽ സെക്ടറിൽ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാദ്രി ഫോൾട്ട് എന്നാണ്. അതുപോലെ തന്നെ നേപ്പാളിൽ അറിയപ്പെടുന്നത് സൗത്ത് ടിബറ്റൻ ഡിറ്റാച്ച്മെൻറ്റ് ട്രസ്റ്റ് എന്നും അതുപോലെ തന്നെ ഹിമാചലിൽ ഇതിനെ പറയുന്നത് സാൻഖർ ഷിയർ സോൺ എന്നാണ്. Then between MCT and THT, the stubbornous crustal block made up of high-grade metamorphic and granitic rock was uplifted, giving rise to Himadri. Himadri emerged 21 to 22 million years ago, that is early Miocene age. So, 21 to 22 million years ago. And then emergence of lesser Himalayas. As the pressure of continental compression grew, a large part of the squeezed up rock assemblage of basement pushed southward. The uprooted mass were displaced about 95 to 140 km away from the base of Himadri to lesser Himalayan terrain. These rock masses comprising of low-grade metamorphic rocks associated with granites of two generations occur as vast sheet called nappe or small patches called clippings. Later tectonic compression folded the overthrust schist concurrently with sedimentary succession into a series of faults that form the mountain ranges of the lesser Himalayas. In the north, closer to the foot of Himadri, the compression and resultant deformation was so strong that the tightened fold were overturned, squeezed out, one toppling over another, and subsequently split by fault along their axial planes. Then the next one is evolution of Sivalik basin. Simultaneously, the ground at its south sagged, giving rise to another foreland basin, Sivalik basin. Sivalik basin came into existence in 18.3 million years ago, but the main span of sedimentation was 16 to 5 million years ago. The basin remained a repository of detritus until about 0.22 million years ago, when the process of sediment acclimation ceased. Total thickness of sediment was 7,000 meters. സോ നമുക്ക് മൊത്തത്തിൽ 5 ഫേസസ് ആണ്. 5 ഫേസസിൻ്റെ ഫസ്റ്റ് ഫേസ് ഏതാണ്? ട്രാൻസ് ഹിമാലയൻ അപ്ലിഫ്റ്റ് ആണ്, 55 ടു 35 മില്യൺ ഇയേഴ്സ് എഗോ. ഫേസ് 2 എന്ന് പറയുന്നത് അയ്യോ ഹിമാലയൻ ഫേസ്, തെത്തിൻ ഹിമാലയൻ അപ്ലിഫ്റ്റ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് നിയോ ഹിമാലയൻ ഫേസ്, ഹയർ ഹിമാലയൻ അപ്ലിഫ്റ്റ്. ഫോർത്ത് ഫേസ് ഈസ് ദ ലെസ്സർ ഹിമാലയൻ അപ്ലിഫ്റ്റ്. ഫിഫ്ത്ത് ഫേസ് ഈസ് നിയോ ടെക്ടോണിക് ദ ക്വാട്ടർണറി ഫേസ്. അപ്പോൾ അങ്ങനെ 5 ഫേസാണ് ഹിമാലയാസിനുള്ളത്. ദെൻ ദിസ് ഈസ് ദ മേജർ ഇവൻറ്റ്സ്. ഓരോ ജിയോളജിക്കൽ ഇവൻറ്റിൽ ഹിമാലയാസിന് എന്തൊക്കെയാണെന്ന്, അതായത് പ്രോട്ടോസോയിക്കിൽ, പാലിയോസോയിക്കിൽ, മീസോസോയിക്ക്, ടെർഷ്യറി, ക്വാട്ടർണറി എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് ഇതിൽ നടന്നതെന്നുള്ള ഒരു ചാർട്ടാണ്. സോ ഹിമാലയാസ് എന്ന് പറയുന്നത് സ്റ്റിൽ ഗ്രോയിങ് ആണ്. ഇപ്പോഴും എന്താണ്, ദേ ആർ 1 centimeter a year, a growth rate of 10 kilometer. Still Himalayas are rising. സോ പിന്നെ ഇതാണ് ഹയസ്റ്റും അതുപോലെ തന്നെ യങ്ങസ്റ്റ് മൗണ്ടെയിൻ ഓഫ് ദ വേൾഡ്. ഇതൊക്കെയാണ് ഇവല്യൂഷൻ ഓഫ് ഹിമാലയാസിനെ പറ്റി ഉള്ളത്. ഇതിൻ്റെ റെഫറൻസ് ജിയോളജി ഓഫ് ഇന്ത്യ, വാൽദി ആൻഡ് ഹിമാലയ എമർജൻസ് ആൻഡ് ഇവല്യൂഷൻ ആണ്. ഐ ഹോപ്പ് ഓൾ ഇൻട്രസ്റ്റഡ്. താങ്ക് യു.